തമിഴിലെ ചന്ദ്രമുഖി, കന്നഡയിലെ അഭിനയിച്ചു, ഇപ്പം പ്രിയദർശനം ചെയ്തുള്ള പോലുവിലയ്യ, ഇതൊക്കെ കാണുമ്പോൾ മലയാളിക്ക് പൊതുവെ ഒരിക്കലും പല കാര്യങ്ങളെ കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കാറില്ല. ഇപ്പോൾ അതിലെ മെയിൻ ക്യാരക്ടറിനെ നാഗവല്ലിനെ പോർട്രേ ചെയ്തത് ഇതൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും സ്പെഷ്യൽ മണിച്ചിത്രത്താഴ് തന്നെയാണ്. അതിനൊന്നും ഞങ്ങൾക്ക് പല കാരണങ്ങൾ കൊണ്ട് വല്ല ഉൾക്കൊള്ളാൻ പറ്റാറില്ല. അഭിനയ സാറിന് അത് കാണുമ്പോൾ മണിച്ചിത്രത്താഴിന് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നിയ വേർഷൻസ് ഉണ്ടോ? സത്യമാണ് എന്ന് പറഞ്ഞത് വളരെ സത്യം. കാരണം അത് വെച്ചാൽ അത് ശോഭനയെ പോലുള്ള നടിയിൽ ഇന്ത്യയിലെ ദ ബെസ്റ്റ് ആക്ട്രസ് നാഷണൽ അവാർഡ് ശങ്കർദയാൽ ശർമ്മയുടെ കയ്യിൽ നിന്ന് വിജ്ഞാൻ മോഹൻ അനൗൺസ് ചെയ്ത് വാങ്ങിച്ചതിൻ്റെ കാര്യം അത് തന്നെയാണ്. ശോഭന ബെസ്റ്റ് ആക്ട്രസ് അല്ലേ നമ്മുടെ മലയാളത്തിൽ. അവരൊക്കെ ശോഭനയുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുക അഭിനയത്തിന് വേണ്ടിയിട്ട്, ഡാൻസിന് വേണ്ടിയിട്ട്. പിന്നെ ഡാൻസ് ക്ലൈമാക്സ് അല്ലേ വന്നിരിക്കുന്നത്. അപ്പം അത് വേറെ ആര് ചെയ്താലും, വേറെ ഏത് ആർട്ടിസ്റ്റ് ചെയ്താലും അത്ര വരില്ല ഒന്നത്. പിന്നെ ഈ കഥയുടെ മർമ്മം, ഒരു കഥയ്ക്കൊരു മർമ്മം. ഈ മർമ്മം ഇപ്പം തമിഴിൽ പി വാസു രജനീകാന്ത് ചെയ്ത സിനിമ ഭയങ്കര ഹിറ്റാണ്. ചന്ദ്രമുഖി ഭയങ്കര ഹിറ്റാണ്. തെലുങ്കിൽ ഭയങ്കര നാട്ടുമിത്ര ഭയങ്കര ഹിറ്റാണ്. ഫുൾ ഹുരേഖ പ്രിയദർശൻ ചെയ്തതാണെന്ന് ശരി അത്രമാനം പോയിട്ടില്ല. 3 ഹിറ്റാണ്. ഈ കഥയ്ക്കൊരു മർമ്മം, ഒരു മർമ്മം കിടപ്പുണ്ട്. അത് മർമ്മം ഫാസിൽ സാറിനെ പോലെ മനസ്സിലാക്കാൻ ഈ ഡയറക്ടർമാർക്ക് അവരെ കുറ്റപ്പെടുത്തല്ലോ കേട്ടോ. അവർ സിനിമ കണ്ടു, ആ സിനിമ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു മർമ്മം, അതാ ഫാസിൽ സാറിനെ പോലെ മനസ്സിലാക്കിയ ഒരു ഡയറക്ടർ ഇല്ല. അതായത് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ മോഹൻലാൽ ഒരു 10 മിനിറ്റോളം നേരം പറയുന്ന ഒരു കഥയാണ് അദ്ദേഹം പറയുന്നത്. ഗംഗ എന്ന മാനസിക രോഗി എന്ന് പറഞ്ഞ് അദ്ദേഹം തുടങ്ങുന്നുണ്ടല്ലോ. അത് തിയേറ്ററിൽ ഫാസിൽ സാർ എന്ന് പറയുന്ന ഡയറക്ടർ, മോഹൻലാൽ എന്ന് പറയുന്ന അതുല്യ പ്രതിഭ. ഇപ്പം മോഹൻലാൽ നമുക്കൊക്കെ പറഞ്ഞാൽ നിൽക്കുക, അല്ലാതെ സുരേഷൊക്കെ പറഞ്ഞാൽ അങ്ങനെ നിൽക്കുക. അല്ലാണ്ട് ചെറിയൊരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നിൽക്കില്ല. അതിൻ്റെ കാസ്റ്റിംഗ് കൂടെ പറയണം. അത് ജനങ്ങൾ കൺവിൻസ് ആകണ്ടേ? അതല്ലേ സിനിമ എന്ന് പറയുന്നത്. നമ്മളങ്ങനെ തിയേറ്ററിൽ പോയിട്ട് കസേരയിലിരിക്കുകയല്ല. ഇത് മോഹൻലാൽ പറയുന്നത് നമ്മളിങ്ങനെ കണ്ണ് വെക്കാതെ നോക്കി നമ്മുടെ മനസ്സിൽ കയറി തലച്ചോറിൽ പോയി വർക്കൗട്ടായിട്ട് ഇരുന്നാലേ നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഫാസിൽ സാറിന് അറിയാം എങ്ങനെ ചെയ്യണം. അദ്ദേഹം എഴുതി വെച്ച ഡയലോഗുകളില്ല, അദ്ദേഹം എഴുതി വെച്ച് ഇങ്ങനെ പറയില്ല. അത് വായിച്ചു നോക്കിയിട്ട് ഒരു എത്ര വലിയ ഷോട്ടാണ് ആ ഷോട്ടിൽ ഒക്കെ മോഹൻലാൽ അതേപോലെ പഠിച്ചു ഉൾക്കൊണ്ട് അദ്ദേഹം കൊണ്ട് പറയില്ലേ. ഡോക്ടർ സണ്ണിയായിട്ട് അദ്ദേഹം മാറി കഴിഞ്ഞില്ലേ. അതൊക്കെ അത്രയും മാറാൻ അന്യഭാഷയിലുള്ള ആൾക്ക് ഉൾക്കൊള്ളാൻ അവരുടെ ആർട്ടിസ്റ്റുകൾ മോശം നല്ല പറയുക ആയിരിക്കാം. അതാണ്. അതുപോലെ നമുക്ക് തമിഴിൻ്റെ നാഗവല്ലിയിലെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സിംഗറോ അല്ലെങ്കിൽ ചിരിയോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് മലയാളികളുടെ മഹിമ. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുന്നത് എവിടെ പോയി നിൽക്കുന്ന ആർട്ടിസ്റ്റ്. നമ്മൾ നെടുമുടി വേണുവിനെ പോലത്തെ ആർട്ടിസ്റ്റ്. എന്താണ് ആർട്ടിസ്റ്റ്? മരിച്ചുപോയി. തിരഞ്ചേട്ടൻ അവർക്ക് നമുക്ക് വേദന തോന്നും. നമ്മുടെ ഫിലിമിനെ ചോദിച്ചാൽ ഇപ്പോഴത്തെ ആർട്ടിസ്റ്റ് നമുക്കൊക്കെ അവർ തോന്നും. ശങ്കരാടി ചേട്ടൻ, ഉണ്ണി-കൃഷ്ണൻ, എന്താണ് ഇവരൊക്കെ എന്നറിയാമോ? എത്ര നൈസർഗികമായിട്ടാണ് അവർ അഭിനയിക്കുന്നത്. നമ്മളെല്ലാവരും അന്യഭാഷ സിനിമ കാണുന്ന നടത്തിയിരിക്കും. നമ്മൾ നോക്കും മലയാളികളുടെ ആ കാര്യത്തിൽ അവരെ നമുക്ക് മലയാള ഭാഷയ്ക്ക് മലയാളത്തിൻ്റെ ഭാഗ്യമാണ്, നിധിയാണ്. അതാണ് നമ്മുടെ സിനിമകൾ. ഏത് സിനിമ റീമേക്ക് ചെയ്താലും നമുക്ക് ഇഷ്ടപ്പെടുകയില്ല. പക്ഷെ അവിടെയുള്ളവർക്ക് ഇത് കാണാത്തത് കാരണമോ ഇത് ആസ്വദിക്കാത്തത് കാരണം അവർക്കത് ഓക്കെ ആയിരിക്കും. കാരണം ഇതിനൊരു 30% ഉണ്ടാവുള്ളൂ. പക്ഷെ അവർക്കത് ഓക്കെ ആയിരിക്കും. നമുക്കത് അത്രയും ആസ്വദിക്കണം. അതാണ് അതിൻ്റെ. സുരേഷ് ഗോപി ചോദിച്ചത് സുരേഷ് കേട്ടത് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് അവർ ഡയറക്ടറും ഞാൻ ആ സമയത്ത് എനിക്കത് കറക്റ്റായിട്ട് എൻ്റെ കാതിൽ കേട്ടിട്ടില്ല. അതൊക്കെ ഞാനും അങ്ങേപ്പോലെ തന്നെ ഞാനും വായിച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ കേട്ടിട്ട് അങ്ങനെ പറയുന്നതൊരു ശരിയായ കാര്യമില്ല. ഇതിലേക്ക് രാഷ്ട്രീയമായിട്ട് ലാലേട്ടനൊക്കെയാണോ അതിന് തീരുമാനിച്ചല്ലോ. അപ്പോൾ സാറൊക്കെ ആയിട്ട് ലാലേട്ടനൊക്കെ ഈ സിനിമ സബ്ജക്ട് സംസാരിക്കുന്നുണ്ട്. ആദ്യം ഈ തുടക്കത്തിൽ അന്ന് മോഹൻലാൽ എന്ന വ്യക്തി പറഞ്ഞ എന്തെങ്കിലും ഓർമ്മയിലുണ്ട്? അല്ല, മോഹൻലാലിനെ സംബന്ധിച്ച് കഥ കേട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ബാച്ചിയുടെ കഥ കേട്ട് കഴിഞ്ഞാൽ ഞാനൊന്നും പറഞ്ഞ് ഇഴുകി ചേരുകയാണ്. പുള്ളിയുടേതായ സിനിമയായിട്ട് ആകെപ്പാടെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിലിങ്ങനെ തട്ടി നിൽക്കുന്നത്. അതിലൊരു ഡോക്ടർ സണ്ണിയുടെ ചുമന്ന ഒരു ഷർട്ടുണ്ട്. എന്നെ ലാസ്റ്റ് പോകാൻ നേരത്തിനോട് ചോദിച്ചു, തമാശയ്ക്ക് നമ്മൾ ചോദിക്കുമ്പോൾ ഈ ഷർട്ട് ഞാൻ എടുക്കുക കേട്ടോ. എല്ലാ ഷർട്ടും എടുത്തോളം അറിയാലോ നമ്മൾ.
അത് മാത്രമാണ് ഓർമ്മയിൽ നിൽക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയത്. അതിന് ഇഷ്ടം കൊണ്ട് എടുത്തതായിരിക്കും, ചോദിച്ചതായിരിക്കും. അതുകൊണ്ട് വേറെ എവിടെ ഞാൻ ഇട്ട് കണ്ടിട്ടൊന്നും ഇല്ലായിരുന്നു. അതൊരു ഒരു ഇഷ്ടം സിമ്പിൾ തോന്നി ഒന്നും എടുത്തത്. ഫാസിൽ സാറെ എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന പോലെ അങ്ങയുടെ മനസ്സിൻ്റെ ഗുരുനാഥനല്ലേ ഫാസിൽ സാർ. അപ്പം ഫാസിൽ സാറിൻ്റെ സെറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ചേർന്ന് അദ്ദേഹം പറയുന്ന പോലെ ചെയ്യാൻ വേണ്ടി ആനപ്പാടെ എനിക്ക് ഡബിങ് സമയത്ത് ആ മോഹൻലാലിൻ്റെ നമ്പർ 9 മിനിറ്റുള്ള ആ ഡയലോഗ് ഡബ് ചെയ്ത് പോയതിന് ശേഷം രാത്രി 7 മണിയായി ഞങ്ങൾ ജോയി തിയേറ്ററിലാണ് ഡബ് ചെയ്തത്. രാത്രി വന്നു കഴിഞ്ഞ് ഫാസിൽ സാറിന് ടെൻഷൻ, അത് ശരിയായിട്ടില്ല. ഉടനെ ഫാസിൽ സാർ അവിടുന്ന് ലാലിനെ ബാബുഷാർ പ്രൊഡക്ഷൻ കൺട്രോൾ ബാബു ജോയി സ്റ്റുഡിയോ രാവിലെ 7 മണിക്ക് ഞങ്ങൾ വരും, ഒന്നുകൂടെ 2 മണിക്കൂർ നേരത്തേക്ക് ജോയി സ്റ്റുഡിയോ വേണമെന്ന് പറഞ്ഞു. ഈ ഡബിങ് തിയേറ്റർ ബുക്ക് ചെയ്യാൻ പറഞ്ഞു. ലാലിനെ വിളിച്ച് ഫാസിൽ സാർ പറയുകയാണ്, ലാലെ രാവിലെ 7 മണിക്ക് ഡബിങ് തിയേറ്ററിൽ വരണം. ലാല ചെയ്ത് ആ പോർഷൻ ഞാൻ നോട്ട് സാറ്റിസ്ഫൈഡ്, എനിക്ക് തൃപ്തിയായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അത് ഞങ്ങളെ ഒന്നിച്ച് അതൊരു വീട്ടിൽ താമസിക്കുന്ന മണ്ടാസില്ല, എനിക്കൊരു കുഴപ്പം തോന്നില്ല, നമ്മൾ കണ്ടതാണ്. ഇല്ല ശരിയായിട്ടില്ല കറക്റ്റെന്ന് പറഞ്ഞു. രാവിലെ 7 മണിക്ക് ലാല് കറക്റ്റായിട്ട് വന്ന് ഞങ്ങളൊക്കെ മുക്കാലും ചെന്നൊക്കെ ആ ഭാഗം ഇട്ടു, സ്ക്രീനിലിട്ട് കഴിയുമ്പോൾ ഞാനിങ്ങനെ ഡബ് ചെയ്യാൻ റെഡി ആയിട്ടിരിപ്പുണ്ട്. പക്ഷേ ഞാൻ എന്താ വേണ്ടി ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു സ്കൂൾ കുട്ടിയെ പോലെ തന്നെ ബാസാർ എടുത്തിരിപ്പുണ്ട്. ഞാൻ ഇട്ട് കണ്ടു കഴിഞ്ഞ് ബാസാർ പറഞ്ഞു ഇത് കുഴപ്പമൊന്നുമില്ലെന്നാണല്ലോ തോന്നുന്നത്. അപ്പോൾ ഞാൻ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, പച്ചയ്ക്ക് ഞാൻ വീട്ടിൽ ചെയ്തത്, എനിക്ക് അതിനുശേഷം കുഴപ്പം തോന്നിയിട്ടില്ല എന്നാൽ വേണ്ട എന്ന് പറഞ്ഞു. ആ ആദ്യം ഫസ്റ്റ് ഡബ് ചെയ്തതിൻ്റെയാണ് എപ്പോഴും സിനിമയിൽ വളരെ മനോഹരമായിട്ടാണ് ലാലത് പ്രസൻറ്റ് ചെയ്തത്. അങ്ങനത്തെ ആ ഒരു ഓർമ്മയാണ് ഓർമ്മകളിൽ. അന്ന് കിട്ടിയ അന്ന് ഇപ്പൊ അതെല്ലാം സത്യം പറയുന്ന ആളെ വന്ന് എത്ര ലാഭം അത് ഈ ഗോഡ് ഫാദർ എന്നുള്ള സിനിമയും അടുത്ത് വന്നതാണ്. ഇതിൻ്റെ മണിച്ചിത്താഴ് ഗോഡ് ഫാദർ, മണിച്ചിത്താഴ് അങ്ങനെ ഈ ഓരോരോ സിനിമയുടെ ലാഭങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാം, നിർമ്മാണം വിതരണം അടക്കം 40 സിനിമകളാണ് ചെയ്തത്. 40 സിനിമകൾ ചെയ്തു. ഇപ്പോൾ ഒരു സിനിമയുടെ കണക്ക് പറയുന്നത് മൊത്തത്തിൽ ഞാൻ പറഞ്ഞു. അതാണ് നമുക്ക് ഒരു സിനിമ ചെയ്ത് ഇപ്പം മണിച്ചിത്താഴ് ലാഭം കിട്ടിയ തൊട്ടടുത്ത് വന്ന സിനിമ മാനത്തെ വെള്ളിത്തേരാ, അപ്പം അതിൻ്റെ 3/4 ഭാഗം പോയി കിട്ടിയില്ല. അപ്പോൾ ഈ എല്ലാവരും നഷ്ടപ്പെട്ട് ആരും ചോദിക്കരുത്, നഷ്ടമില്ല. അപ്പം ഞാൻ മൊത്തത്തിൽ പറഞ്ഞാൽ അതല്ലേ നമുക്ക് കൗതുകം. ഞാൻ മൊത്തം മലയാള സിനിമയിൽ വന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ സ്റ്റേറ്റ് ബസ്സിൽ കയറി ആലപ്പുഴയ്ക്ക് പോയതാണ്. ഈ സിനിമയുടെ ഭ്രാന്ത് പിടിച്ചിട്ട് പോയതാവട്ടെ, വേറെ ഒന്നും ആയിട്ടല്ല. എനിക്ക് സിനിമ ഒരു പാഷനാണ്. ഇപ്പോഴും എനിക്കതിൽ സിനിമ ചെയ്യണ സിനിമയൊന്നും ഇപ്പോഴും കിടക്കുന്നത്. പക്ഷെ ഇപ്പോഴെന്താ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ കാണുന്ന ചിലപ്പോഴത്തെ സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ഒരു കുറ്റമായിട്ട് സിനിമ ഞാൻ പറയാം, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഹീറോ ആയിരിക്കും, ഡയറക്ടർ ആയിരിക്കും. അയ്യോ അയാളെന്നെ ഇതിൽ വെച്ച് പല സിനിമകളും എനിക്ക് സ്വർഗചിത്ര എന്ന് പറഞ്ഞാൽ അങ്ങ് ഉദ്ദേശിക്കുന്നത് സ്വർഗചിത്ര ഒരു ബാനർ വീട്ടുണ്ട്. ഫാമിലിക്കൊക്കെ കണ്ണും കൂട്ടുകാർ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ അന്തസ്സായിട്ട് കണ്ടിട്ട് പോകും.